ഗം ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നവഗ്രഹഭ്യോ നമഃ. ശുഭമസ്തു ശുഭമസ്തു ശുഭമസ്തു. 2024 എത്താൻ പോവുകയാണ്. സ്വാഭാവികമായും എല്ലാവർക്കും ഈ 2024 എനിക്കെങ്ങനെ ആയിരിക്കും, ഉറ്റവർക്കും ഉടയവർക്കും എങ്ങനെ ആയിരിക്കുമെന്ന ഒരു ആകാംക്ഷ മനസ്സിൽ നിലനിൽക്കും. അതിൻ്റെ ഒരു ഉത്തരം എന്നുള്ള നിലയ്ക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളുടെ പൊതുവിലുള്ള അവസ്ഥ എന്താണെന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യമായി അശ്വതിയിലേക്ക്. അശ്വതിക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഗോചരാൽ ശനിദോഷമില്ല. വ്യാഴം അശ്വതിയുടെ രാശിയായ മേടത്തിലാണ് ഇപ്പോൾ. മെയ് 1-ാം തീയതി അത് ഇടവത്തിലേക്ക് മാറും. ശനി ലാഭസ്ഥാനമായ കുംഭത്തിൽ നിൽക്കുകയാണ്. എന്നാൽ രാഹു 12-ലും മീനത്തിലും കേതു കന്നിയിലുമാണ്. ബാക്കി ചൊവ്വ, ബുധൻ, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ തുടങ്ങിയുള്ള മറ്റ് ഗ്രഹങ്ങൾ കുറഞ്ഞ കാലയളവിൽ ഈ 12 രാശികളും ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. ഇതനുസരിച്ച് ഒന്ന് വിലയിരുത്തിയാൽ അശ്വതിക്കാർക്ക് ഗുണാനുഭവം വർദ്ധിക്കാനാണ് സാധ്യത. ഏപ്രിൽ വരെ ഉള്ളതിനേക്കാളും ഗുണാനുഭവം മെയ് മുതൽ അങ്ങോട്ട് വർദ്ധിക്കും. പ്രത്യേകിച്ചും ധനത്തിൻ്റെ കാര്യത്തിൽ, കുടുംബത്തിലെ ഐശ്വര്യത്തിൻ്റെ കാര്യത്തിൽ, മക്കളുടെയും മറ്റും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ എല്ലാ കാര്യത്തിലും. എന്നാൽ അജ്ഞാതമെന്നോ അല്ലെങ്കിൽ അകാരണമെന്നോ പറയാവുന്ന ഏതെങ്കിലും കാരണത്താൽ ഈ 2024 മുഴുവനും ഒരു അശാന്തി അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. അത് ധനത്തിൻ്റെ കുറവോ മറ്റെന്തെങ്കിലും കുറവ് കൊണ്ടല്ല, എന്തെങ്കിലും ഒന്ന് വന്ന് വീഴും. അതുകൊണ്ട് ഗുണം കൂടുതലും ദോഷം താരതമ്യേന കുറഞ്ഞതുമായ ഒരു വർഷമായിരിക്കും അശ്വതിക്കാർക്ക് 2024. എന്നാൽ ഈ അശ്വതിക്കാർ മാർച്ച് 15-ാം തീയതി മുതൽ ഏകദേശം ജൂലൈ പകുതി വരെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാലഘട്ടത്തിൽ കൂടുതൽ ഒരു ജാഗ്രത നിലനിർത്തണം. അതുപോലെ തന്നെ ഒക്ടോബർ പകുതി മുതൽ ഈ വർഷ അവസാനം വരെ അവർ സാമ്പത്തികമായ കാര്യങ്ങളും മറ്റു പൊതു കാര്യങ്ങളിലും ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് മെയ് മാസം മുതൽ കൂടുതൽ അംഗീകാരവും ചില സ്ഥാനമാനാദികളും മറ്റും ലഭിക്കാവുന്നതാണ്. അശ്വതിയിൽ ചൊവ്വാദശ, രാഹുദശ, കൊച്ചുകുട്ടികളാണ് സാധാരണ കേതുവിൽ വരുന്നതെങ്കിലും കൊച്ചുകുട്ടികൾ, കേതുദശ അനുഭവിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, ഇവർ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട
കാര്യമുണ്ട്. അതിന് ഈശ്വരപരമായ സന്നിധികളിൽ ദർശനമോ അവിടെ അർച്ചനയോ പൂജകളോ മറ്റും ചെയ്യണം. അതുപോലെ അശ്വതിയിൽ ശനി ദശയുള്ളവർ, സാധാരണ അശ്വതിയിൽ ശനി ദശ വരുന്നത് 70 വയസ്സിനോടടുത്തോ അത് കഴിഞ്ഞിട്ടോ ആണ്. അവർ അവരുടെ ആയുരാരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്വയം ഒരു ജാഗ്രതയും സ്വയം ഈശ്വരാധീനവും വർദ്ധിപ്പിച്ച് ഒരു കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ അശ്വതിക്കാർക്ക് സ്ഥായിയായ, സ്ഥിരമായ, പെട്ടെന്ന് നശിച്ചു പോകാത്ത പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 2024. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രവും അശ്വതിയും ഏടക്കൂറായതുകൊണ്ട് തന്നെ ഈ രണ്ട് നക്ഷത്രക്കാരുടെയും പൊതുവിലുള്ള അനുഭവങ്ങൾക്കൊരു സാദൃശ്യം വരാം. ഭരണിക്കും പുരോഗതി വരുന്ന ഒരു വർഷമായിരിക്കും ഇത്. എന്നാൽ ഭരണിയിൽ രാഹുദശ അനുഭവിക്കുന്ന ഭരണിക്കാർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും യൗവനത്തിലും മധ്യവയസ്സിലുമാണ് ഭരണിക്ക് രാഹു വരുന്നത്. അവരുടെ 12-ൽ ഇപ്പോൾ രാഹു നിൽക്കുന്നതുകൊണ്ട് കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒപ്പം പരസ്പരമുള്ള ബന്ധങ്ങളിലുമെല്ലാം വളരെ ഒരു വിവേകവും വരായിക ചിന്തിച്ചും ഇടപെടണം. അതുപോലെ തന്നെ ഭരണിയിൽ ശനി ദശ അനുഭവിക്കുന്നവർ ഒരു ഷഷ്ടി പൂർത്തിയൊക്കെ കഴിഞ്ഞ് അതിനോടനുബന്ധിച്ച ആൾക്കാരുടെയൊക്കെ ദശ ഭരണിയിൽ ശനിയായിരിക്കും. ഈ ശനി ദശ ഉള്ള ഭരണിക്കാരും കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗോചരാൽ ശനി അനുകൂലമാണെങ്കിലും പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ദശ ശനിയാണെങ്കിൽ കാലിനും വാദസംബന്ധിയുമായും നാഡിഞരമ്പുകൾക്കും ഒക്കെ ചില പ്രശ്നങ്ങൾ വരാം. അത് വഷളാവാത്ത വിധം ശാസ്ത്രീയമായ ചികിത്സയും ഒപ്പം ദിനചര്യയും ആഹാരരീതിയും അധ്വാന രീതിയും എല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് പോകണം. മറ്റൊരു പ്രധാന കാര്യം, മാർച്ച് മുതൽ ജൂലൈ 15 വരെയും ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ വരെയും ഇവർ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മെയ് മുതൽ 2-ലെത്തുന്നതായ വ്യാഴം ഇവർക്ക് ഈ വിപരീതം ചിലപ്പോൾ അറിയാത്ത രീതിയിൽ തന്നെ പലവിധ ഗുണാനുഭവങ്ങൾ നൽകും. ഈ ഭരണി നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഉദ്യോഗം തേടുന്നവർക്കും പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും എല്ലാം മെയ് മുതൽ എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട ഒരു കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ട് ആ മെച്ചം ശരിക്കും ജീവിതത്തിൽ വന്നെത്താൻ വേണ്ട അധ്വാനവും ജാഗ്രതയും വിവേകവും ഈശ്വരാധീനവും ഭരണി നിലനിർത്തിയാൽ മാത്രം മതി.
അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തികയുടെ ആദ്യത്തെ ഭാഗത്ത് ജനിച്ചവർ, ആദ്യ പാദത്തിൽ ജനിച്ചവർ മേടക്കൂറാണ്. അവർക്ക് ഈ അശ്വതിക്കും ഭരണിക്കും പറഞ്ഞ ഗുണാനുഭവത്തിൻ്റെ ഒരു കാലമാണ്. എന്നിരിക്കലും കാർത്തിക രാഹുദശ നിലനിൽക്കുന്നവരും ചൊവ്വാദശക്കാരായ വിദ്യാർത്ഥികളും ശനിദശക്കാരും ഒരു കൂടുതൽ ശ്രദ്ധ അവരുടെ കർമ്മരംഗത്തും ആയുരാരോഗ്യത്തിനും ശ്രദ്ധിക്കണം. എന്നാൽ കാർത്തികയിൽ വ്യാഴദശ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയിൽ പുരോഗതി, ചിലപ്പോൾ അവിചാരിതമായ ഉന്നതമായ സ്ഥാനമാനങ്ങൾ, കുടുംബത്തിലും പുറത്തും അംഗീകാരങ്ങൾ, ഈ നിലകളും വരാം. ചുരുക്കത്തിൽ ഐശ്വര്യത്തിൻ്റെ ഒരു ഘട്ടമാണ് കാർത്തിക മേടക്കൂറുകാർക്ക്. കാർത്തിക ഇടവക്കൂറുകാരിലേക്ക് വരുമ്പോൾ അവർക്ക് ശനി അത്ര അനുകൂലമല്ല, എന്നാൽ രാഹു അനുകൂലമാണ്. വ്യാഴമാകട്ടെ ഇടവക്കൂറുകാർക്ക് ഏപ്രിൽ വരെ അധിക ചെലവുണ്ടാക്കുകയും ഏപ്രിൽ കഴിഞ്ഞാൽ ചെലവ് കുറഞ്ഞാലും പലതരത്തിലുള്ള അസൗകര്യങ്ങളോ അലച്ചിലുകളോ ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ ഇടവക്കൂറുകാർ, പ്രത്യേകിച്ച് ഇടവക്കൂറിൽ ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുദശ, ശനിദശ അനുഭവിക്കുന്നവർ, ഒപ്പം നല്ല ദശയാണെങ്കിലും ഗ്രഹനിലയിൽ അത്ര ഗുണാനുഭവം ഇല്ലാത്തതാണെന്ന് തോന്നുന്ന ദശ അനുഭവിക്കുകയാണെങ്കിൽ അവരും ഈശ്വരാധീനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. എന്നു മാത്രവുമല്ല, 60 വയസ്സിനു മേലുള്ള കാർത്തിക നക്ഷത്രക്കാർ അവരുടെ നാളുതോറും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന മാസം തോറും നടത്താനും ശ്രദ്ധിക്കണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി പൂർണ്ണമായും ഇടവക്കൂറാണ്. ഇടവക്കൂറിന് ഇപ്പോൾ 12-ൽ വ്യാഴം നിൽക്കുന്നു, 11-ൽ രാഹു നിൽക്കുന്നു, കണ്ടകനായി ശനി നിൽക്കുന്നു, 5-ൽ കേതു നിൽക്കുന്നു. രോഹിണിക്കാർക്ക് കൗമാരം വിട്ട് യൗവനമെത്തുമ്പോഴായിരിക്കും രാഹു ദശയുടെ വരവ്. അതുകൊണ്ട് ഈ രാഹു ദശയിലുള്ള രോഹിണിക്കാർ കൂട്ടുകൂടുന്നതിലും സാഹസപ്രവൃത്തികൾ ചെയ്യുന്നതിലും മറ്റും വളരെ പിന്മാറി നിൽക്കുന്നത് നല്ലതാണ്. കാരണം കൂട്ടുകെട്ടിൽ നിന്നും സാഹസപ്രവൃത്തികളിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിക്താനുഭവങ്ങൾ ചിലപ്പോൾ വന്നു ചേരാം. ഒന്നാമത് പ്രായം, കൗമാരവും യൗവനവുമാണ്. വീണ്ടും ജീവിതം വളരെ മുന്നോട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ 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 തൻ്റെ ഒരേ ഒരു കർത്തവ്യം പഠനമാണെന്നും
ആ പഠിച്ചു മുന്നേറിയാൽ മാത്രമേ ഒരു ജീവിതത്തിന് പ്രകാശം വരൂ എന്നുള്ള അടിസ്ഥാന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പഠനത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ ശനിദശയുള്ള രോഹിണിക്കാരും വളരെ ശ്രദ്ധിക്കണം. എന്നിരുന്നാലും മെയ് മുതലുള്ള ആ വ്യാഴത്തിൻ്റെ സ്ഥിതിയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും വെച്ച് കൂടുതൽ ഗുണാനുഭവങ്ങളും എന്നാൽ ചില ഗ്രഹങ്ങളുടെ വിപരീതമായ നില കൊണ്ട് കുറച്ച് വിപരീതാനുഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ തരമില്ലാത്ത സ്ഥിതിയിലാണ് രോഹിണിക്കാർക്ക് ഈ വർഷം 2024. മകയിരം നക്ഷത്രം 2 കൂറുള്ളതാണ്. അതിലെ ആദ്യ ഭാഗം ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് ഈ രോഹിണിക്ക് പറഞ്ഞ ഏകദേശം അതേ അനുഭവങ്ങൾ ഏറെക്കുറെ ഒത്തുവരും. ഈ മകയിരംകാർക്ക് ബാല്യത്തിലെ തന്നെ രാഹുദശ വരാം. യൗവനം നല്ല നിലയിലെത്തുമ്പോഴേക്കും അവരെ രക്ഷിക്കാനായിട്ട് വ്യാഴം കടന്നെത്തും. അതുകൊണ്ട് ഒരു പ്രൈമറി ക്ലാസ് മുതൽ ഏകദേശം ഡിഗ്രി വരെ എത്തുമ്പോൾ രാഹു മാറും, പിന്നെ നന്നായിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ കാലയളവിൽ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്ന യുവാക്കൾക്കായി, യുവതികൾക്കായി ഈശ്വരാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവരുടെ പഠനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വിദ്യാഗോപാല മന്ത്രത്തിൽ അല്ലെങ്കിൽ ശ്രീദേവി മന്ത്രത്തിൽ ആഴ്ചതോറും അർച്ചന നടത്തുകയും ഒരു വിദ്യാഗോപാല യന്ത്രം ഈശ്വരാധീനമുള്ള നല്ല രീതിയിൽ തയ്യാറാക്കാൻ കഴിവുള്ള ഒരാളിനെ കൊണ്ട് തയ്യാറാക്കി ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഒപ്പം ഇവരുടെ മനസ്സിൻ്റെ കാലുഷ്യം മാറ്റുന്നതിനായി സാരസ്വത അരിഷ്ടം, പഞ്ചഗവ്യം തുടങ്ങിയുള്ളതും മിതമായ രീതിയിൽ കൊടുക്കാം. അപ്പോൾ അവരുടെ വിദ്യ, അവരുടെ അധ്വാനം, അവരുടെ സ്വഭാവം എല്ലാം വളരെ മിതമായ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മകയിരത്തിൽ തന്നെ ശനിദശ ഒരു മധ്യായുസ്സോടു കൂടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ശനി കണ്ടകനും കൂടി ആയി ഇടവക്കൂറുകാർക്ക് നിൽക്കുന്നതിനാൽ ശനിയാഴ്ച തോറും ആ ശനിദോഷ നിവാരണത്തിനുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും ആകാം, മിനിമം ശനിയാഴ്ചയെങ്കിലും അതും വേണ്ടി വരും. ഇങ്ങനെ വിപരീതം ഉണ്ടെങ്കിൽ പോലും മകയിരത്തിന് ഈ രോഹിണിക്ക് പറഞ്ഞതുപോലെ തന്നെ സ്ഥാനോന്നതി, ധനാഗമം, അതുപോലെ തന്നെ കീർത്തി, ഇതെല്ലാം ഉണ്ടാകാൻ കഴിയുന്ന ഒരു വർഷവും കൂടിയാണ്. മിഥുനക്കൂറ് മകയിരംകാർക്ക് 2024 ഏപ്രിൽ അവസാനം വരെ മെച്ചപ്പെട്ട സമയമാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കാലയളവ് നല്ല പ്രയോജനപ്പെടുത്തുക. എന്നാൽ
കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ വെല്ലുവിളികളോ എതിർപ്പുകളോ അദൃശ്യമായ വിപരീതാവസ്ഥകളോ ഒക്കെ വരാം. അതുകൊണ്ട് സ്വന്തം കർമ്മം, അത് ഏത് തൊഴിലായാലും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനക്കൂറുകാരായ മകയിരംകാർക്ക് ഈ വർഷം. എന്നു മാത്രവുമല്ല, മെയ് മുതൽ ഇവർ സാമ്പത്തിക കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കണം. കൊടുക്കൽ വാങ്ങൽ, അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ ആണെങ്കിൽ അതിലെ കൃത്യത, വരവ് ചെലവ് ചെലവാക്കൽ, ഈ കാര്യങ്ങളിലെല്ലാം വളരെ കണിശമായ കൃത്യതയും റെക്കോർഡും സത്യസന്ധതയും പുലർത്തണം. അങ്ങനെയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മകയിരംകാർക്ക് 2024 സന്തോഷത്തോടെ തരണം ചെയ്ത് 25ലേക്ക് എത്താം. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിരയ്ക്കും മിഥുനക്കൂറ് മകയിരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഏപ്രിൽ തീരുന്നതുവരെ പ്രയോജനപ്പെടുത്തിയാൽ ഒരുപാട് ഗുണങ്ങൾ വരാവുന്ന ഒരു കാലമാണ്. ഏപ്രിലിന് ശേഷം ഭൂമി വാങ്ങലോ മറ്റ് ക്രയവിക്രയങ്ങളോ അല്ലെങ്കിൽ വാഹനം വാങ്ങലോ ഏത് ചെയ്താലും അതിൽ നഷ്ടം വരാത്ത ഒരു മുൻകരുതലോ ജാഗ്രതയോ വിവേകമോ നിലനിർത്തി മുന്നോട്ട് നീങ്ങണം. തിരുവാതിരയിൽ ശനിദശ നിലനിൽക്കുന്ന യുവാക്കൾ അബദ്ധത്തിൽ ചാടാൻ അവസരം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ശനി ദോഷം ചെയ്യാത്ത രീതിയിലാണ് നിലകൊള്ളുന്നത്, ഭാഗ്യസ്ഥാനത്താണ്. പക്ഷേ ശനിയെ കൊണ്ട് അബദ്ധം ചെയ്യിപ്പിക്കുന്ന തരത്തിൽ മറ്റു ഗ്രഹങ്ങളുടെ ഗോചരാൽ സഞ്ചാരം, പ്രത്യേകിച്ചും ചൊവ്വയുടെയും മറ്റും സഞ്ചാരം മാർച്ച് മുതൽ ഏകദേശം ജൂലൈ വരെയും അതിനുശേഷം ഒക്ടോബർ 15 മുതൽ ഡിസംബർ വരെയും മറ്റു ഗ്രഹങ്ങളുടെ പ്രേരണ നിമിത്തം ഈ ശനിയെ കൊണ്ട് ലഭിക്കേണ്ട പല ഗുണങ്ങളും വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്നത് പോലെ മറ്റൊരു വിധത്തിലായി പോകാതിരിക്കാൻ തിരുവാതിരക്കാർ ശ്രദ്ധിക്കണം. അടുത്തതായി പുണർദം. പുണർദത്തിൻ്റെ ഒരു ഭാഗം, അതായത് അവസാന പാദം മിഥുനത്തിലാണ്. പുണർദം നക്ഷത്രം ജനിക്കുന്നത് വേടത്തിലാണ്. അതായത് അവരുടെ വിദ്യാഭ്യാസം, കൗമാരം, യൗവന കാലഘട്ടം ഏറെക്കുറെ ശനി ദശയുടെ കൈപ്പിടിയിലാണെന്നർത്ഥം. അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വിദ്യ, മറ്റ് ജന്മനാ ഉള്ള സർഗവൈഭവം ഇതെല്ലാം ഉണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഒരു കുറവുള്ളതുപോലെ അനുഭവപ്പെടാം. പക്ഷെ അതിൽ നിന്നും മോചനം വരുന്നതിന് ഈശ്വരാധീനം സദാ വർദ്ധിപ്പിക്കുകയും വിദ്യാഗോപാല യന്ത്രമോ മറ്റോ ധരിക്കുകയും
ശ്രീദേവി മന്ത്രത്തിലോ വിദ്യാഗോപാല മന്ത്രത്തിലോ ആഴ്ചതോറും അർച്ചനകൾ നടത്തുകയും ഈശ്വര സന്നിധികളിൽ പോയി ദർശനവും ഭജനവും നടത്തുകയും ചെയ്യുക. അങ്ങനെ വിദ്യാഭ്യാസത്തെ താഴോട്ടാകാതെ ശ്രദ്ധിക്കുന്ന പുണർദംകാർക്ക് ഈ ശനി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ വിദ്യാഭ്യാസം കൊണ്ട് സർവ്വവിധ ഗുണവും കിട്ടാവുന്ന ബുധദശയാണ്. അതിനാൽ അവർ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായിട്ടുള്ളവർ, അവരുടെ വിദ്യയിൽ വളരെ ശ്രദ്ധിക്കണമെന്നും അതിനുശേഷം ഏകദേശം മധ്യായുസ് കഴിഞ്ഞ് കേതുദശ അനുഭവിക്കുന്ന പുണർദംകാർ അവരുടെ ആയുരാരോഗ്യത്തിൽ നല്ല ശ്രദ്ധ നിലനിർത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി പുണർദം നക്ഷത്രം തന്നെ കർക്കിടകക്കൂറുകാർക്ക്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ശനി അഷ്ടമത്തിലാണ്. ശനി അഷ്ടമത്തിലായതിനാൽ ശനി ദശയുള്ളവർക്ക്, പ്രത്യേകിച്ചും നേരത്തെ മിഥുനക്കൂറിലെ പുണർദത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ, ശനി ദശയെക്കുറിച്ച് പറഞ്ഞതുപോലെ, ഈ കർക്കിടകക്കൂറുകാർക്ക് ശനിദശയുള്ളത് പ്രായം കുറഞ്ഞ അവർക്കാണെങ്കിലും എല്ലാ മാസവും അവരുടെ നക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്താൻ വിട്ടുപോകരുത്. ഒപ്പം അതിവേഗതയുള്ള വാഹനങ്ങളും അതിസാഹസമായ യാത്രകളും ഒപ്പം ജലാശയത്തിലും മറ്റും കൂടുതൽ ആവേശകരമായ താല്പര്യം കാണിക്കുന്നത് ചിലപ്പോൾ ആപത്ത് വിളിച്ചു വരുത്തും. അതിനാൽ കർക്കിടകക്കൂറ് പുണർദംകാർ മിഥുനക്കാരെക്കാളും കുറേ കൂടി ജാഗ്രതയും ഈശ്വരാധീനവും വർദ്ധിപ്പിക്കണം. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയൻ നക്ഷത്രത്തിൻ്റെ ജന്മദേവതയാണ് ശനി. എന്നിരിക്കലും ആ ശനി ഇപ്പോൾ അഷ്ടമത്തിലാണെന്നവർ ഓർമ്മിക്കുക. തൻ്റെ ജന്മദേവത വിപരീതമായി നിൽക്കുന്നതിനാൽ ആ ജന്മദേവതയെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ ശനീശ്വരന് വേണ്ട, ശനീശ്വര പ്രീതിക്ക് വേണ്ട രീതികൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ആയില്യത്തെ സംബന്ധിച്ചിടത്തോളം ആയില്യത്തിനും അഷ്ടമശനിയാണ്. ഈ പൂയത്തെ പോലെ തന്നെ ശനി വിപരീതമായി നിൽക്കുകയാണ്. എന്നാൽ ഭയക്കാനില്ല. കാരണം ശനി ഇങ്ങനെ വിപരീതമാണെന്ന് പറഞ്ഞാലും വ്യാഴം വളരെ അനുകൂലമായി 11 നിൽക്കുന്നതിനാൽ മെയ് മുതൽ പുണർദത്തിൻ്റെ കർക്കിടകക്കൂറ് പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് മെയ് മുതൽ ഈശ്വരാധീനവും ധനാഗമവും സ്ഥാനപ്രാപ്തിയും പുരോഗതിയും ഉറപ്പാണ്. എന്നാൽ ഒക്ടോബർ പകുതി മുതൽ
ഇവർ ഇവരുടെ ആരോഗ്യത്തിൽ വളരെ ജാഗ്രത നിലനിർത്തണം. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം, ഇത് ഇത്രയും ചിങ്ങക്കൂറിൽ വരുന്നതാണ്. ചിങ്ങക്കൂറുകാർക്ക് ശനി ഇപ്പോൾ കണ്ടകനായി നിൽക്കുകയാണ്. അതിനാൽ മകങ്കാർ കൂടുതൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ പൂരവും ഉത്രത്തിലെ ചിങ്ങക്കൂറുകാരും ശ്രദ്ധിക്കണം. മകക്കാർക്ക് ശനി ദശ ഒരു സപ്തതിയോടനുബന്ധിച്ചൊക്കെ വരാറുള്ളൂ, അത് കഴിയും. അതിനാൽ ശനി ദശയുള്ള മകക്കാർ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തണം. ശനിദശ അനുഭവിക്കുന്ന പൂരവും ശനിദശ അനുഭവിക്കുന്ന ചിങ്ങക്കൂറുകാരായ ഉത്രംകാരും മൃത്യുഞ്ജയ അർച്ചന നടത്തണം. പൂരം നക്ഷത്രത്തിൽ രാഹുദശയുള്ളവർ അങ്ങേയറ്റം ജാഗ്രത നിലനിർത്തണം. രാഹു ഇപ്പോൾ ഗുണപരമായ സ്ഥലത്താണ് നിൽക്കുന്നത്. വ്യാഴവും അനുകൂലമാണ്, അതിൻ്റെ ഗുണങ്ങളെല്ലാം ഉണ്ടായിരിക്കുമെങ്കിലും പൂരത്തെ സംബന്ധിച്ചിടത്തോളം ആ നക്ഷത്രത്തിന്, മകത്തിനും പൂരത്തിനും രാഹു സങ്കീർണമായ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരാം. അതിനാൽ രാഹുദശ അനുഭവിക്കുന്ന മകം, പൂരം, ഉത്രത്തിലെ ചിങ്ങം കൂറുകാർ അങ്ങേയറ്റം സർപ്പപ്രീതിയും കൂടി വരുത്താൻ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ വ്യാഴം വളരെ അനുകൂലമായി നിൽക്കുന്നതിനാൽ വിവാഹ കാലമായവർക്ക് നല്ല വിവാഹം വളരെ വേഗം നടക്കുകയും പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടുകയും ഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിനും പലതരത്തിലുള്ള അംഗീകാരം ലഭിക്കേണ്ടവർക്ക് നല്ല അംഗീകാരം ലഭിക്കാനും കൂടിയുള്ള ഒരു വർഷമാണ് 2024. ഉത്രത്തിൻ്റെ ഒടുവിലത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യത്തെ പകുതിയും ചേർന്നതാണ് കന്നിക്കൂർ. ഉത്രം നല്ല ഉയർച്ചയുള്ള നാളാണ്, അത്തവും അതുപോലെ തന്നെയാണ്. ചിത്തിര ഒരു പ്രത്യേക രീതിയിലുള്ള വ്യക്തിത്വം നിലനിർത്തുന്ന നാളുമാണ്. ശനി ഇപ്പോൾ ദോഷാവസ്ഥയിലല്ല ഈ കന്നിക്കൂറുകാർക്ക്. മെയ് മുതൽ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരികയാണ്. ഉത്രംകാർക്കും അത്തംകാർക്കും ചിത്തിര വേറിട്ട വൈശിഷ്ട്യമുള്ള വ്യക്തിത്വത്തിൻ്റെ ഒരു നക്ഷത്രം കൂടിയാണ്. എന്തായാലും ഈ കന്നിക്കൂറുകാർക്ക് ശനി ഇപ്പോൾ ദോഷമില്ല.
വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വരും. അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളും ഗുണമാണ്. എന്നാൽ കേതു കന്നിയുടെ ജന്മരാശിയിലുണ്ട്. അതുകൊണ്ട് കന്നിക്കൂറുകാരായ ഈ 3 നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേതുവിന് ഹേതു വേണ്ട. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേതുവിന് ഏതു വേണ്ട. കുറച്ചുകൂടി വിശദമാക്കി പറഞ്ഞാൽ, വിത്തൗട്ട് റീസൺ എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അകാരണമായി എന്തും സംഭവിക്കാം. അത് വീട്ടിലും സംഭവിക്കാം, ജോലി സ്ഥലത്തും സംഭവിക്കാം, വേറൊരിടത്തും സംഭവിക്കാം. ഒരു കാരണം ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന പലതും ഈ വർഷം വരാം. അതിന് മന്ത്രവാദവും പൂജയും ഒന്നും കൊണ്ട് പരിഹാരമില്ല. സ്വയം അങ്ങേയറ്റം ജാഗരൂകരാകുക. തൊഴിൽ രംഗത്തും വീട്ടിലും മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും പരീക്ഷ എഴുതാൻ പോകുമ്പോഴും ഏതിലിടപെട്ടാലും അതിൻ്റെ വരും വരായികയെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിച്ചിടപെട്ടാൽ അതിൻ്റെ റിസൾട്ട് നന്നായിരിക്കും. ഒരു ദുഃഖത്തിൻ്റെയും കാരണമില്ല. ഒപ്പം രാഹുദശയുള്ള ഉത്രംകാരും രാഹുദശ അനുഭവിക്കുന്ന അത്തംകാരും രാഹുദശ അനുഭവിക്കുന്ന ചിത്തിരക്കാരും, പ്രത്യേകിച്ചും ചിത്തിര. കാരണം ചിത്തിരയ്ക്ക് രാഹു ബാല്യത്തിലേ എത്തിച്ചേരും. വളരെ ജാഗ്രത നിലനിർത്തണം. ഇവർ സർപ്പപ്രീതി വരുത്തിക്കൊണ്ടേയിരിക്കണം. കൂട്ടുകെട്ടിൽ വളരെ ശ്രദ്ധിക്കണം. സാഹസങ്ങളും നല്ലവരല്ലാത്ത വ്യക്തികളുമായി ഇടപെടുന്നതും ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർ ആണെങ്കിൽ മറ്റു പലതരത്തിലുള്ള ശ്രദ്ധകളിൽ മനസ്സ് പോകാതെ പഠിത്തത്തിൽ ഊന്നി നിൽക്കണം. അതിനാൽ രാഹുദശയുള്ള ഈ ഉത്രം അത്തം ചിത്തിരനാൾ രാഹു അനുകൂലമായിട്ട് വരാനുള്ള സർപ്പപ്രീതിയും, ശനിദശയുള്ളവർ ശനി അനുകൂലമാകാനുള്ള ഈശ്വരാധീനവും, ചൊവ്വ ദശ നടപ്പിലുള്ളവർ അതിനുള്ള പോം വഴിയും കണ്ടെത്തും. അതുപോലെ തന്നെ ചിത്തിര നക്ഷത്രക്കാർ വിദ്യയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, കാരണം ആദ്യം അവർ ജനിക്കുന്നത് തന്നെ ചൊവ്വ നക്ഷത്രത്തിലാണ്. അപ്പോൾ മുതൽ തന്നെ ഇവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മുന്നേറ്റത്തിന് വേണ്ടി വിദ്യാഗോപാല മന്ത്ര അർച്ചനയും ശ്രീദേവി മന്ത്രത്തിൽ അർച്ചനയും വിദ്യാഗോപാല യന്ത്രവും മറ്റും കെട്ടുകയും, പഠിത്തത്തിൽ എന്തെങ്കിലും മാന്ദീഭാവമോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു സാരസ്വതാരിഷ്ടം, പഞ്ചഗവ്യം പോലുള്ളത് വാങ്ങി മിതമായി നൽകുകയും ചെയ്യുക. മറ്റൊരു കാര്യം, കന്യകൂറുകാരായ ഉത്രം അത്തം ചിത്തിര നാളുകൾ 2024 വർഷം ദാമ്പത്യ ജീവിതത്തിൽ അലോരസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ വല്ല ലക്ഷണവും വരികയാണെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നാളും പേരും ഒരുമിച്ച് ചേർത്ത് ഐകമത്യ സൂക്താർച്ചന എന്ന് പറഞ്ഞൊരു അർച്ചനയുണ്ട്. അത് നടത്തിക്കൊണ്ടിരിക്കുക.
തുലാക്കൂറിലേക്ക് കടക്കുകയാണ്. തുലാക്കൂറിലെ ആദ്യത്തെ നാള് ചിത്തിരയുടെ അവസാനത്തെ പകുതിയാണ്. ചിത്തിരയുടെ അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാലും ചേർന്നതാണ് തുല. തുലാത്തിന് വ്യാഴം അനുകൂലമാണ്, രാഹു മിശ്രമാണ്, ശനി ദോഷമൊന്നും പറയാനില്ല. എന്നാൽ മെയ് 1 മുതൽ പ്രസിദ്ധമായ അഷ്ടമവേഴം വരും. അഷ്ടമവേഴം വരുന്നതോടെ സ്വാഭാവികമായി ഈശ്വരാധീനത്തിനൊരു ഇടിവ് വരാം. അതിനാൽ വ്യാഴപ്രീതിക്ക് വേണ്ടി വിഷ്ണു ക്ഷേത്രം അങ്ങനെയുള്ള ഈശ്വരാധീന കാര്യങ്ങൾ ചെയ്യുക. വ്യാഴദശ അനുഭവിക്കുന്ന ഈ തുലാക്കൂറുകാർ ഒരു സുദർശന യന്ത്രം ധരിക്കുന്നതും, സ്ത്രീകളാണെങ്കിൽ ഒരു മഹാലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും, ഒപ്പം ഏകാദശി, വ്യാഴാഴ്ച തുടങ്ങിയ ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും, വിഷ്ണു സഹസ്രനാമം പോലുള്ളത് വായിക്കുന്നതും, വ്യാഴം അഷ്ടമത്തിലായതുകൊണ്ട് പ്രാണബലം നൽകാനായി ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതും നല്ലതാണ്. തുലാക്കൂറിലെ രാഹുദശ അനുഭവിക്കുന്ന ചിത്തിരക്കാരും ശനിദശ അനുഭവിക്കുന്ന ചിത്തിരക്കാരും ശനിദശ അനുഭവിക്കുന്ന ചോതിക്കാരും ശനിദശ അനുഭവിക്കുന്ന വിശാഖംകാരും സാധ്യമാണെങ്കിൽ ശനിയാഴ്ച വ്രതം എടുക്കുകയും ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ 2024 യാതൊരു ദോഷവുമില്ലാതെ അവർക്ക് കടന്ന് 2025 എത്താൻ കഴിയുന്നതാണ്. വൃശ്ചികക്കൂറിലെ ആദ്യത്തെ നക്ഷത്രം വിശാഖത്തിൻ്റെ അവസാന ഭാഗമാണ്. തുടർന്നുള്ള നക്ഷത്രം അനിഴവും കേട്ടയുമാണ്. വൃശ്ചികക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. കണ്ടകശനി എന്ന് പറയുമ്പോൾ എവിടെ തൊട്ടാലും ഒരു നൊമ്പരം വരുന്ന ഒരു കാലമാണ്. കണ്ടകം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മുള്ളെന്നാണ്. മുള്ളിൽ ചവിട്ടുമ്പോൾ പെട്ടെന്നൊരു വേദന വരുന്നത് പോലെ നമ്മൾ എന്തിൽ തൊട്ടാലും ഒരു വേദനിപ്പിക്കുന്ന അനുഭവം വരാം. അതുകൊണ്ട് അയ്യപ്പ പ്രീതി നല്ലവണ്ണം വരുത്തുക, ശനീശ്വര പ്രീതി വരുത്താൻ ശ്രദ്ധിക്കുക. കൗമാരപ്രായത്തിലും യൗവനത്തിലുമാണ് വിശാഖംകാർക്ക് ശനിദശ വരുന്നത്. അനിഴത്തിനാണെങ്കിൽ ജനിക്കുന്നത് ശനിദശയിലാണ്. ഏറെക്കുറെ ഒരു 10 വയസ്സിൻ്റെ ചുറ്റളവിൽ അത് കാണും. അതിനാൽ ശനിദശ അനുഭവിക്കുന്നവരും രാഹുദശ അനുഭവിക്കുന്നവരും ശുക്രദശ അനുഭവിക്കുന്നവരും നല്ലവണ്ണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക.
എന്നാൽ ഏപ്രിൽ തീർന്ന് മെയ് 1 മുതൽ വൃശ്ചികംകാർക്ക് ഈശ്വരാധീനത്തിൻ്റെ ഒരു കാലമാണ്. ശേഷിച്ച മാസം അത്രയും വ്യാഴം നിവൃത്തി സ്ഥാനത്ത് വരികയാണ്, പൂർണ്ണ ബലവാനായി. അത് വൃശ്ചിക രാശിയുടെ 2ാം ഭാവാധിപതിയും 5ാം ഭാവാധിപതിയും കൂടിയാണ്. അതായത് മനസ്സിൽ എന്തെല്ലാം ഈശ്വരനെ സങ്കല്പിച്ച് ആഗ്രഹിക്കുന്നോ അതെല്ലാം നടന്നു കിട്ടും. നല്ല മാർക്ക് കിട്ടണം, നല്ല പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. മക്കളുടെ വിവാഹം നടക്കണം, അവർക്ക് ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതും കിട്ടും. സ്വയം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവസരം വരും. അപ്പോൾ ആ സമയത്ത് വിഷ്ണു പ്രീതി മാത്രം കൂടുതൽ വർദ്ധിപ്പിക്കുക. മെയ് മുതൽ പിന്നെ 2024 തീരുന്നത് വരെ ഈശ്വരാധീനം കൂടെ നിൽക്കുന്ന ഒരു കാലം. എന്നാൽ ഒക്ടോബർ പകുതി കഴിയുമ്പോൾ ആയുരാരോഗ്യത്തിൽ ഒരു ജാഗ്രതയും ശ്രദ്ധയും ഈ വൃശ്ചികം കൂറുകാർ കാണിക്കണം. ജന്മാധിപനായ ചൊവ്വ ബലമില്ലാതെ നീചരാശിയിൽ നിൽക്കുകയാണ്, ഭാഗ്യസ്ഥാനത്ത്. അതിനാൽ സ്വയംകൃതാനർത്ഥം എന്നൊരു പ്രയോഗമുണ്ട്. ഈ കൂറുകാർ സ്വന്തം മണ്ടത്തരം കൊണ്ട് തന്നെ ചിലപ്പോൾ ആരോഗ്യത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ കൊടുക്കൽ വാങ്ങലിൻ്റെയോ കാര്യത്തിൽ ചില ബുദ്ധിമോശം കാണിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ആ സമയത്ത് മുരുകനെയും ഭദ്രകാളിയെയും കൂടി ഭജിക്കുക. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ ഭാഗം, ഇത് ഇത്രയും കൂടെ ചേർന്നതാണ് ധനുക്കൂർ. ഈ ധനുക്കൂറുകാർ ദീർഘകാലത്തെ ഒരു ദോഷകാലം കടന്ന് ഇപ്പോൾ ശുഭമായ കാലത്തെത്തിയിരിക്കുകയാണ്. കാരണം 2023 ജാനുവരി 17-ാം തീയതിയോടുകൂടി ധനു രാശിക്കാരായ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദക്കാർക്കും 7-ാണ്ട ശനി എന്നേക്കുമായി തീർന്നു. അതുകൊണ്ട് ആദ്യമേ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഈ ധനുക്കൂറുകാർക്ക് വർക്ക് ആൻഡ് വിൻ എന്ന് പറയാം. വർക്ക് ചെയ്താൽ വിൻ ചെയ്യാവുന്ന, എത്രമാത്രവും പുരോഗതിയിലേക്ക് ഉയരാവുന്ന ഒരു കാലമാണ് ഈ 2024. കാരണം ശനി വിപരീതമല്ല, വ്യാഴം വിപരീതമല്ല, രാഹുകേതുക്കളും അത്ര വലിയ വിപരീതമല്ല. കാരണം ധനുക്കൂറുകാർക്ക് രാഹു അങ്ങനെ വിപരീതമാകാനും കഴിയില്ല. കാരണം ധനുവിലെ രാഹുവിൻ്റെ പേര് കോദണ്ഡ രാഹു എന്നാണ്. അപ്പോൾ ആ കോദണ്ഡക്കൂറിലുള്ള നാളുകാർക്ക് രാഹു 4-ലുള്ള മീനത്തിൽ നിന്നാലും അത്രയും വലിയ ദോഷം ചെയ്യില്ല. എന്നാൽ കർമ്മസ്ഥാനത്ത് ഇപ്പം നിലവിലുള്ള കന്നിയിൽ നിൽക്കുന്ന കേതുവിനെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഒരു ജാഗ്രത വേണം. അകാരണമായ പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് അവരവരുടെ കർമ്മം ഏത് തന്നെയായാലും ആത്മാർത്ഥമായും സത്യസന്ധമായും മറ്റുള്ളവരോട് അസൂയയില്ലാതെയും തന്നിൽ അർപ്പിതമായ ആ നെറിയും നേരും കാട്ടി അങ്ങ് പോയാൽ ഒരു പ്രശ്നവുമില്ല. അതിനാൽ മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച്
കൂടുതൽ അഭിവൃദ്ധിക്ക് സാധ്യതയുള്ളവരാണ് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ധനുക്കൂറുകാർ. പക്ഷേ മെയ് 1 മുതൽ ഇവർക്ക് ഈശ്വരാധീനം അല്പം കുറയും. എന്തുകൊണ്ട്? ധനുക്കൂറുകാരുടെ ജന്മദേവതയായ വ്യാഴം 6ലേക്ക് മാറുകയാണ്. 6ലേക്ക് മാറുമ്പോൾ ജാഗ്രതയില്ലാത്തവർക്ക് കടം, ഇടപെടാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ശത്രു, ബുദ്ധിയില്ലാത്തവർക്ക് കർമ്മരംഗത്ത് തോൽവി, ദീർഘവീക്ഷണമില്ലാത്തവർക്ക് പരാജയമൊക്കെ തുടർന്നങ്ങോട്ട് വരാം. അതിനാൽ ഈശ്വരനെ മുന്നിൽ നിർത്തുകയും ഈശ്വരൻ്റെ തൊട്ടു പിന്നിൽ നിന്ന് എനിക്ക് വഴികാട്ടിയായി ഈശ്വര അങ്ങെപ്പോഴും ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സ്വന്തം കർത്തവ്യങ്ങൾ ചെയ്യുന്ന മൂലംകാർക്കും പൂരാടംകാർക്കും ഉത്രാടംകാർക്കും ഈ 24 നന്നായിരിക്കും. എന്നാൽ മൂലത്തിന് ഒരു 45 വയസ്സിൻ്റെ ചുറ്റുവട്ടത്തിൽ രാഹുദശ വരും. പിന്നെ 18 വർഷം. പൂരാടത്തിനാണെങ്കിൽ അതിനും മുമ്പിൽ രാഹു വരും, ഉത്രാടത്തിന് അതിനും മുമ്പേ വരും. അപ്പോൾ രാഹുദശയും വ്യാഴദശയും അനുഭവിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിലെ ധനു കൂറുകാരും ഈശ്വരാധീനം കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നും കൂടി പറയുകയാണ്. മകരക്കൂറിലേക്ക് വരുന്നത് ഉത്രാടത്തിലെ അവസാനത്തെ ഭാഗം, തിരുവോണം പൂർണ്ണമായും, അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഭാഗം. ഇത്രയാണ് മകരക്കൂർ. ഈ മകരക്കൂറുകാർ ഇപ്പോഴും ഏഴരാണ്ട ശനിയിൽ നിൽക്കുകയാണ്. 2025 മധ്യം വരെ ഇവർക്ക് ഏഴരാണ്ട ശനി ഉണ്ട്. ഏഴരാണ്ട ശനിയിൽ ഇരക്കാത്തവരുമില്ല എന്ന് പണ്ട് ഒരു ചൊല്ലിലിത്തിരി അതിശയോക്തി ഉണ്ടെന്നിരിക്കട്ടെ. എന്നാൽ പോലും ഏഴരാണ്ട ശനി ആരെയും മുട്ടുകുത്തിക്കാൻ പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കി കളയും എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലാണ് അങ്ങനെ ഒരു ചൊല്ല് വന്നത്. അതുകൊണ്ട് ശനിദോഷം വരാതിരിക്കാൻ അയ്യപ്പ പ്രീതി, ശനീശ്വര പ്രീതി തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുകയാണ്. നല്ല ജാഗ്രത നിലനിർത്തിയില്ലെങ്കിൽ അവിചാരിതമായി ഭാഗ്യത്തിന് കേട് സംഭവിക്കും, കോട്ടം വരാം. അതുകൊണ്ട് ഉന്നത സ്ഥാനമാനങ്ങളിലിരിക്കുന്നവരും മറ്റും 2024 തൻ്റെ അധികാരസ്ഥാനത്തിന് കോട്ടം വരാതിരിക്കാൻ കൂടുതൽ ജാഗ്രത കാണിക്കണം. മകരം കൂറുകാരായ ഉത്രാടക്കാരും തിരുവോണക്കാരും ഒപ്പം അവിട്ടംകാരും. അതുപോലെ തന്നെ ഉത്രാടത്തിലെ രാഹുദശക്കാരും തിരുവോണത്തിലെ രാഹുദശക്കാരും അവിട്ടത്തിലെ രാഹുദശക്കാരും. അവിട്ടത്തിന് വിദ്യാർത്ഥികൾക്ക് രാഹുദശയായിരിക്കും, തിരുവോണത്തിന് യുവാക്കൾക്ക് രാഹുദശയായിരിക്കും.
അപ്പോൾ ഈ രാഹുദശയുള്ളവർ സർപ്പപ്രീതി നിലനിർത്താനും അവരുടെ കൂട്ടുകെട്ടും ഇടപെടലും വളരെ ശ്രദ്ധിക്കാനും, കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ പോലുമുള്ള കൂട്ടുകെട്ട് ഇതിനകത്ത് വരാം, നിലനിർത്തണമെന്നും സാഹസകൃത്യങ്ങളിലേക്ക് പോകരുതെന്നും തൻ്റെ നിലനിൽപ്പിന് വേണ്ട ഒരു ആത്മശ്രദ്ധ ഈ നക്ഷത്രക്കാർ നിലനിർത്തണമെന്നും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏഴരാണ്ടനും ഒപ്പം വ്യാഴം 4-ലും ആണെങ്കിലും വലിയ പോറലുകളില്ലാതെ പോവുകയും ഈശ്വരാധീനം ആർജിക്കുന്ന മകരക്കൂറുകാർക്ക് മെയ്ക്ക് ശേഷം സ്വന്തം മക്കൾക്ക് നല്ല കാര്യങ്ങൾ, വിവാഹമെങ്കിൽ വിവാഹം, വിദ്യയിൽ വിജയമെങ്കിൽ അത്, അങ്ങനെ സ്വന്തം സന്താനങ്ങൾക്ക് നന്മ വരുന്നത് കണ്ട് സന്തോഷിക്കാനും അവസരം വരുന്നതാണ്. അതിനാൽ മകരം രാശിക്കാർ ഈ ഒരു അവസ്ഥ ശരിക്ക് ചിന്തിച്ചു മനസ്സിലാക്കി മറ്റേതൊരു ശ്രദ്ധയെക്കാളും ആത്മശ്രദ്ധ മുമ്പിൽ നിർത്തി മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തത് കുംഭക്കൂറ. കുംഭത്തിൽ അവിട്ടത്തിൻ്റെ 2ാം ഭാഗവും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗവും ചേർന്നതാണ് കുംഭക്കൂറ്. ശനിയുടെ അതികാഠിന്യമുള്ള ദോഷം ഈ കുംഭക്കൂറുകാർക്കാണ്. കാരണം കുംഭൻ രാശിയുടെ അധിപതിയെ ശനിയാണ്. ആ ശനി ഇപ്പോൾ അതേ രാശിയിൽ നിൽക്കുന്നു. എന്നിരുന്നാലും കുംഭക്കൂറുകാരുടെ രാശാധിപതിയായ ശനി ആ കുംഭത്തിൽ തന്നെ നിൽക്കുന്നത് ഗുണം ചെയ്യില്ലേ എന്ന് ചിലർ ചോദിക്കാം. ഒരു സിദ്ധാന്തം അനുസരിച്ച് ഗുണം ചെയ്യേണ്ടതാണ്. പക്ഷേ ഗുണം ചെയ്യാനുള്ള സാധ്യത ഈ വിചാരിക്കുന്നത് പോലെ കൂടുതലില്ല. കാരണം 7-ാണ്ട ശനി ജന്മത്തിൽ നിൽക്കുന്ന സമയമായതിനാൽ എന്തിനും ഏതിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ വരും വരായിക നല്ലവണ്ണം ചിന്തിച്ചിടപെടുകയും തർക്കങ്ങളോ വ്യവഹാരങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ വരാവുന്ന സന്ദർഭത്തിൽ വികാരത്തെക്കാളുപരി വിചാരം, ബുദ്ധി ഉപയോഗിച്ച് ആ സന്ദർഭത്തിൽ നിന്നും തന്ത്രപൂർവം മാറി നടക്കാനുള്ള ഒരു നയചാതുര്യം കാണിക്കുകയും വേണം. 7-ാണ്ട ശനി ജന്മത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും കേസോ വഴക്കോ വന്നുപോയാൽ അവർ ആഗ്രഹിക്കുന്ന കാലയളവിൽ ആഗ്രഹിക്കുന്നത് പോലെ അത് വിട്ടുപോകണമെന്നില്ല. അതിനാൽ നല്ലവണ്ണം അയ്യപ്പനെ, ശനീശ്വരനെ ഭജിക്കുക. അതുപോലെ തന്നെ 2-ൽ രാഹു ആണെന്നും 8-ൽ കേതു ആണെന്നും ഓർമ്മിക്കുക. വാഹനം ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും രാത്രിയെല്ലാം ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോഴും ഈ കുംഭക്കൂറുകാരായ അവിട്ടവും ചതയവും പൂരുരുട്ടാതിയും കൂടുതൽ ശ്രദ്ധിക്കുകയും പ്രാണബലത്തിനു വേണ്ടി ശിവക്ഷേത്രത്തിൽ നാളുതോറും മൃത്യുഞ്ജയം നടത്തുകയും വേണം.
അതുപോലെ തന്നെ ശനിദശ അനുഭവിക്കുന്നവരും രാഹുദശ അനുഭവിക്കുന്നവരുമായ അവിട്ടംകാരും ശനിദശയും രാഹു അനുഭവിക്കുന്ന ചതയംകാരും ശനിദശയും രാഹുദശയും അനുഭവിക്കുന്ന പൂരുരുട്ടാതിക്കാരും ഒരു ദേഹരക്ഷ കൂടി ഇല്ലെങ്കിൽ സുദർശനമോ അതുപോലുള്ള ഒരു ദേഹരക്ഷ കൂടി ധരിക്കുന്നതും എന്തായാലും ആത്മനിയന്ത്രണവും ആത്മശ്രദ്ധയും 2024 തീരുന്നതു വരെ നിലനിർത്തണമെന്നും സ്വന്തം എടുക്കോ എൻ്റെ കൈപ്പിടിയിലെല്ലാം ഒതുങ്ങും കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ച് തൻ്റെ കഴിവിൽ കൂടുതൽ ഒരു വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ ചിലപ്പോൾ വന്ന വെള്ളം നിന്ന വെള്ളത്തിനെ കൂടി കൊണ്ടുപോകാവുന്ന ഒരു സമയമാണ്. ഇതാണ് കുംഭക്കൂറിൻ്റെ കാര്യം. ഇനി അടുത്തത് അവസാനത്തെ കൂറായ മീനക്കൂറാണ്. മീനക്കൂറിൽ പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ്. ഈ 3 നാളുകളും മീനക്കൂറുകാരും ഏഴരാണ്ട ശനിയിലാണ്. ഏഴരാണ്ട ശനിയിൽ നിൽക്കുന്ന ഏത് നക്ഷത്രക്കാർക്കായാലും കുറച്ച് അസൗകര്യങ്ങളും അസ്വസ്ഥതകളും വിപരീതങ്ങളും എല്ലാ രംഗത്തും ഉണ്ടായേ പറ്റൂ. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഈ മീനൻ രാശിക്കാർക്ക് പൂരുരുട്ടാതി മീനം, ഉത്രട്ടാതി മീനം, രേവതി മീനം രാശിക്കാർക്ക് ജന്മത്തിൽ രാഹുവും 7-ൽ കേതുവും കൂടിയാണ്. നിർബന്ധമായും ഈ കൂറുകാർ മീനം കൂറുകാർ പൂരുരുട്ടാതി മീനം, ഉത്രട്ടാതി മീനം, രേവതി മീനംകാർ സർപ്പപ്രീതി മറ്റേത് നക്ഷത്രത്തിനേക്കാൾ ശക്തിപ്പെടുത്തുകയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന നടത്തുകയും വെള്ളിയാഴ്ച തോറുമോ നാളുതോറുമോ എല്ലാ ദിവസമോ ഗണപതിയെയും ചാമുണ്ടിയെയും ദർശിക്കുകയും ഭജിക്കുകയും വിവാഹിതരാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ നാൾ ഒരുമിച്ച് ചേർത്ത് ഐകമത്യ സൂക്താർച്ചന നടത്തുകയും ചെയ്യും. പൂരുരുട്ടാതിയിലെ ശനിദശക്കാരും ഉത്രട്ടാതിയിലെ ശുക്രദശക്കാരും രേവതിയിലെ രാഹുദശക്കാരും ഉത്രട്ടാതിയിലെ ചൊവ്വാദശക്കാരും കൂടുതൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണമെന്നും പറയും. ഇതിൽ ഒരു കാര്യം കൂടി എല്ലാവരോടും പറഞ്ഞോട്ടെ. ഈ 27 നക്ഷത്രത്തിലും വരാൻ സാധ്യതയുള്ള വരുമെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, സംഭവിക്കുമെന്നും പറഞ്ഞിട്ടില്ല. വരാൻ സാധ്യതയുള്ള വരാതെ അതിൻ്റെ വഴിക്ക് പോകും. അനുഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചത്.